ഇനി ഈസി ആയിട്ട് ഏത്തക്ക വെച്ചൊരു പലഹാരം ഉണ്ടാക്കാമേ. നമ്മുടെ സ്വന്തം പാനിനെ അങ്ങോട്ട് വെക്കുക, ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ഇച്ചിരി പഴുത്തതാണേ, സാരമില്ല, പഴുത്ത് പോയി കുഴപ്പമില്ല. അത് നമുക്ക് അരിഞ്ഞ് അങ്ങോട്ട് ഇടുക, നല്ല വഴറ്റിയെടുക്കുക. അതിനകത്തോട്ട് തേങ്ങാപ്പീര, ചീകിയ ശർക്കര, അതെല്ലാം അങ്ങോട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നല്ലൊരു രുചിക്ക് വേണ്ടി ഏലക്കാപ്പൊടി അതും ഇട്ട്, അത് കഴിഞ്ഞ് ഇതൊന്ന് ബോളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി, ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് അതുകൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തീ ഓഫ് ചെയ്യുക. ഇനി അത് ആറുമ്പം നമുക്ക് നല്ല അടിപൊളി ബോളാക്കി എടുക്കാം. കണ്ടോ, സൂപ്പറായിട്ടില്ലേ? ഇനിയാണ് നമ്മുടെ മെയിൻ താരം, ദോശമാവോ ഇഡ്ഡലി മാവോ. അത് നമ്മൾ എടുക്കുക. നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ എപ്പോഴും അധികം വരുമല്ലോ, അത് എനിക്ക് ഇച്ചിരി അധികം വന്നാണ് ഇതേ. അതിനകത്തോട്ട് ആ ബോൾ അതിനകത്ത് ഇട്ടുമ്പോൾ ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് ഞാനത് കട്ട പിടിക്കാത്ത പോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെന്താ, നമ്മുടെ ബോൾ അതിനകത്ത് ഇടുക, പൊക്കി എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരുക. അത്രയേ ഉള്ളൂ സംഭവം. ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ദോശമാവധി ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. തിരിച്ചിട്ടു മറിച്ചിട്ടു നമ്മുടെ പാത്രത്തിൽ അവൻ കയറി. ഇനി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്താൽ കൊടുക്കുവാണേ. അവർക്ക് ഏത്തക്ക ഇഷ്ടമാണ്. അവരങ്ങനെ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇഷ്ടമാണെന്നൊക്കെ മാള് പറയുന്നുണ്ട്. അപ്പൂനും ഏത്തക്ക ഇഷ്ടമാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വലിയ മധുരമൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാം, ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്